നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഏകദേശം 5000 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് ആർക്കിയോളജിസ്റ്റുകൾ ക്ലെയിം ചെയ്യുന്ന ഒരു ആർട്ടിഫാക്റ്റ് ആണ്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈജിപ്തിലത്തെ സക്കാറ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ഏകദേശം 61 സെന്റിമീറ്ററോളം ഡയാമീറ്ററുള്ള ഈ ഒരു സംഭവത്തിന്റെ നടുക്ക് നമുക്ക് ഇതേപോലെ ഒരു ഷാഫ്റ്റ് പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. അത് മാത്രമല്ല, ഈ മെറ്റീരിയലിന്റെ 3 വശത്തും ഇതേപോലെ ഒരു സംഭവം വളച്ച് വെച്ചേക്കുന്ന ഒരു തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ ഓവർലാപ്പിംഗ് ഡിസൈൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് ലോകത്ത് വേറെ ഒരിടത്തും കാണാൻ കഴിയില്ല. ഇതുവരെയായിട്ടുള്ള ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലും ഇത്തരത്തിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതും ഇത് കണ്ടുപിടിച്ചേക്കുന്നത് വേറെ ഒരിടത്തും വെച്ചിട്ടല്ല, നമ്മുടെ സ്വന്തം ഈജിപ്തിൽ തന്നെ വെച്ചിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ പേർപ്പസ് എന്താന്നുള്ള ഒരു കാര്യം ഇതുവരെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ ആർട്ടിഫാക്ട് മാത്രമാണോ അതോ വേറെന്തോ വലിയൊരു മിഷീന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. നിങ്ങൾ ഈ സീരീസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിലുള്ള പ്രിസിഷൻ കട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അവരുടെ സീക്രട്സ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതിലൂടെ ദൈവം എന്നുള്ള ഒരു കൾച്ചറിന്റെ ഉത്ഭവം, അതിന്റെ ബിഗിനിങ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശരിക്കും നോക്കുന്നത്. ഇവിടെയല്ല ഞാൻ തെളിയിക്കാൻ നോക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവർ പറയുന്ന പോലെ ഒരു 5000-6000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവർക്ക് ഒരിക്കലും ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ ഈ കട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ടുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഈജിപ്തിൽ കണ്ടുവരുന്ന ഒരുപാട് സർക്കോഫഗസ്, അതായത് ഒരുപാട് ശവപ്പെട്ടിയൊക്കെ നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആംഗിൾസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ മോഡേൺ മെഷീനറി ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ഒരിക്കലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ഗ്രാനൈറ്റിൽ ഇവർക്ക് മിറർ പോളിഷ് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ശരിക്കും നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആർക്കിയോളജിസ്റ്റും മെയിൻ സ്ട്രീം സയന്റിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ബ്രോൺസ് ഏജ് ടൂൾസ് ഉപയോഗിച്ച് മാത്രം കൊത്തിയെടുത്തതാണെന്ന് പറയാൻ അത്ര മണ്ടന്മാരല്ല ശരിക്കും നമ്മൾ. ഇതൊക്കെ കണ്ടാൽ ആർക്കും ഒന്ന് രണ്ടാമത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും എങ്ങനെയാണ് ഇത് പണി തീർത്തത്, എന്തിനായിരിക്കും ഇവർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ എൻ്റെ ഒരു തിയറി പറയുന്നുണ്ട്. അത് ഇത്രയും നാളായിട്ട് എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കാം ശരിക്കും പണ്ട് സംഭവിച്ചത്. മെയിൻ സ്ട്രീം ആർക്കിയോളജിയും സയൻസ് ഒക്കെ പറയുന്നത് പോലെ പിരമിഡ്സ് പണിതത് ഈ പറഞ്ഞ ഈജിപ്ഷ്യൻസ് ആണ്, അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷേ എന്റെ തിയറി പറയുന്നത് പിരമിഡ്സ് പണിതത് ഈജിപ്ഷ്യൻസ് അല്ല. പിരമിഡ്സ് മാത്രമല്ല, ഈജിപ്തിൽ കണ്ടുവരുന്നത് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള അതൊക്കെ പണിതത് ഇവരല്ല. കാരണം ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പിരമിഡ്സ് എങ്ങനെയാണ് പണിതത്, ഇവരെങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പണി തീർക്കാൻ പറ്റിയത്, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ചേമ്പേഴ്സ് ഒക്കെ ഇവർക്ക് എങ്ങനെയാണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ പണി തീർക്കാൻ പറ്റിയത്. ഒന്നിനെയും പറ്റിയിട്ട് ഒരു എവിഡൻസ് നമുക്ക് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ടെക്സ്റ്റുകൾ നോക്കിയാൽ കാണാൻ കഴിയില്ല. അപ്പോൾ മിക്കവാറും ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് കണ്ടുപിടിച്ച ഒരു സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഈ പറയുന്ന പിരമിഡ്സ്, ഈ പറയുന്ന ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം. അവരെന്നിട്ട് അതിന്റെ പുറത്ത് ബിൽഡ് ചെയ്തെടുത്ത സിവിലൈസേഷൻ ആയിരിക്കും ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈജിപ്തിൽ കണ്ടുവരുന്ന പിരമിഡ്സും ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഈജിപ്ഷ്യൻസ് വരുന്നതിന് മുമ്പേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. അതിന്റെ ഒരു വലിയ എവിഡൻസ് ആണ് ഗ്രേറ്റ് പിരമിഡ്സിന്റെ മുന്നിലുള്ള ഒരു പൂച്ച പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, അതായത് സ്വിങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ലേ, ആ സ്ട്രക്ചറിന്റെ അടിഭാഗം, അതായത് അതിന്റെ കാലിലത്തെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വാട്ടർ ഇറോഷന്റെ മാർക്ക് കാണാൻ പറ്റും. അതും ചെറിയ വാട്ടർ ഇറോഷൻ അല്ല, സിവിയർ ആയിട്ടുള്ള വലിയൊരു ഫ്ലഡിന്റെ ഒരു മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മരുഭൂമിക്ക് നടുക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്ലഡ് ഒക്കെ സംഭവിക്കണമെങ്കിൽ അത് മഞ്ഞുരുകി വീഴുന്ന ഒരു ഫ്ലഡ് മാത്രമായിരിക്കണം. അതായത് ഐസേജിന്റെ അവസാനം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കയറി കണ്ടാൽ മതി. പിരമിഡ്സിന്റെ ഒറിജിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ എവിഡൻസോടെ നിരത്തി പിടിച്ച് പറയാൻ പറ്റും. ആരും തന്നെ മലയാളത്തിൽ ഇതിനെപ്പറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അപ്പോൾ നമുക്ക് ഈ ചാനലിൽ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഫ്യൂച്ചറിൽ കാണാം. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്ന പോലെ പിരമിഡ്സ് പണിതത് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് അല്ല എന്നുള്ള ഒരു തിയറി ഇല്ലേ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവ് വെച്ച് പിരമിഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ഉയരം കൂടിയ മാൻമെയ്ഡ് സ്ട്രക്ചർ ഒരുപാട് വർഷങ്ങളായിട്ട്. അതായത് ബുർജ് ഖലീഫ ഉള്ള സംഭവങ്ങളൊക്കെ മോഡേൺ ഡേയിൽ വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ പിരമിഡ്സ് ആയിരുന്നു നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും വലിയ മാൻമെയ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതും ഇത് കണ്ടുവരുന്നത് ഈജിപ്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു മാൻമെയ്ഡ് വണ്ടർ ഉണ്ടാക്കിയെടുത്തെന്നുള്ള ഒരു പേരില്ലേ, അത് ഈജിപ്ഷ്യൻസിന്റെ കയ്യിൽ തന്നെ നിർത്താനല്ല അവർ നോക്കുള്ളൂ. അതല്ലാണ്ട് ഇത് ഈജിപ്ഷ്യൻസ് അല്ല പണിതത് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞെടുക്കില്ലല്ലോ. ചിലപ്പോൾ അതും കൂടി ആയിരിക്കാം ഇതിന്റെ പുറകിൽ. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് പണിതതെന്ന് ഈജിപ്ഷ്യൻസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈ മലർത്തി മുകളോട് നോക്കിക്കോളൂ. കാരണം ഇതുവരെയായിട്ടും ഒരു തെളിവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ട്രക്ചറിന്റെ യഥാർത്ഥ പേർപ്പസ് എന്താണ്, മെയിൻ സ്ട്രീം ആർക്കിയോളജി സയൻസ് ഒക്കെ എന്താണെന്ന് പറയുന്നത് അറിയാം. അത് ശരിക്കും വെള്ളത്തിനെ ചാനൽ ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ശരിക്കും നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടുന്നത്. അതാണ് ശരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം ഞാൻ ഈ ഒരു സംഭവത്തിന്റെ 3D മോഡൽസ് ഇങ്ങനെ ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ, ഈ ഒരു സിമിലർ ഷേപ്പ് ആയിട്ടുള്ള സ്ട്രക്ചർ വേറെ എവിടേക്കോ കണ്ടിട്ടുണ്ട്.
വളരെയധികം എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രിസൈസ്ലി ഈ പറഞ്ഞ മെക്കാനിക്കൽ പാർട്സ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം കൊണ്ടൊരു ഐഡിയ കിട്ടി. ഇത് എന്തിനായിരിക്കാം ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത്. ഇത് റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പൊ ഈ കാണുന്ന ആ ഒരു സ്ട്രക്ചർ ഇല്ലേ, ആ ഒരു സർക്കുലർ സ്ട്രക്ചർ ഇല്ലേ, അത് ഒരു വാട്ടർ പമ്പിന്റെ ഇമ്പല്ലർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. അതും ഈ സ്ട്രക്ചറിന് നടുക്ക് ഇതേപോലെ ഒരു സർക്കുലർ ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അകത്തൂടെ ഒരു മോട്ടർ വെച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു കേസിങ്ങിന്റെ അകത്ത് വെച്ച് നമ്മൾ കറക്കി കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പോലത്തെ മോട്ടർ പമ്പുകളൊക്കെ ഇല്ല, അതായത് വെള്ളം മുകളിലേക്ക് കിട്ടുന്ന ഒരു പമ്പില്ലേ, ആ പമ്പിന്റെ അതേ വർക്കിംഗ്, അതായത് ഇമ്പല്ലർ കൊണ്ടുള്ള ഒരു വർക്കിംഗ് ആണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു സ്ട്രക്ചർ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ഏൻഷ്യൻ ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഏൻഷ്യൻ സിവിലൈസേഷന്റെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രത്തിന്റെ, ഒരു മോട്ടോർ പോലത്തെ ഒരു യന്ത്രത്തിന്റെ ഒരു ഇമ്പല്ലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. പക്ഷേ എനിക്ക് ഈ വീഡിയോയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു ഉത്തരവില്ലാത്ത ചോദ്യം എന്താ വെച്ചാൽ, ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഇല്ലേ, അതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 10ൽ 7 ഹാർഡ്നെസ് ആണ്. അതായത് അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് പണി തീർത്ത ഒരു സംഭവമാണെന്നാണ് നമ്മൾ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. പക്ഷേ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന ടൂൾസ് എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ ഒരു കാലത്തും ഇത്ര ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ അകത്ത് നിന്ന് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ടൂൾസ് കൊണ്ട് കാർവ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല. ഹൈലി ഇമ്പോസിബിൾ ആണ്. ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ ഓരോരോ ദിവസങ്ങളിൽ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആർട്ടിഫാക്റ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈജിപ്തിലത്തെ കൈറോ മ്യൂസിയത്തിലാണ്. അവിടെ നമുക്ക് വേറെ 1-2 സംഭവങ്ങൾ കാണാൻ പറ്റും. ഞാൻ ആദ്യം ഫോട്ടോ കാണിക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സംഭവങ്ങൾ, ഈ 3 ഗിയർ വീൽ പോലത്തെ ഈ ഒരു 3 സംഭവങ്ങൾ ഇവർ ഈ പറയുന്ന പോലെ 4500-5000 വർഷങ്ങൾ മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള കോഗ് വീൽസ് ആണ്, അതായത് ഗിയേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മിക്കവാറും ഇതെന്താ ലോക്ക് പോലത്തെ ഒരു സംഭവം ആവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ടെക്നോളജി, ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ ഇവരെ മനസ്സിലേക്ക് വന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അറിയാത്ത ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആ ഒരു സിവിലൈസേഷന്റെ ബാക്കിയാണ് ശരിക്കും നമ്മൾ പിരമിഡ്സ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരുപാട് പുരാതനമായിട്ടുള്ള അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, പിരമിഡ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്? പല ഡിസ്റ്റന്റ് ആയിട്ടുള്ള കൺട്രീസിലും പല സ്ഥലത്തൊക്കെ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് പോലും പിരമിഡ്സ് ഒക്കെ കാണുന്നുണ്ട്. അതും ചൈനയിൽ ഇതേപോലെ മാസീവ് ആയിട്ടുള്ള പിരമിഡ്സിനെ പറ്റി ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ പിരമിഡ്സ് ശരിക്കും ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് അതിന്റെ മുകളിൽ കാടും ഇതൊക്കെ നട്ടു വെച്ചിട്ട് ശരിക്കും സാറ്റലൈറ്റിന് പോലും കാണാത്ത രീതിയിൽ അത് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ റീസൺ എന്തായിരിക്കും? നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് നോക്കാം. ഒരുപാട് സ്പെക്കുലേഷൻസ് പറയുന്നത് ഇതൊരു UFO ഷേപ്പ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതൊരു UFOയുടെ ഒരു പാർട്ടായിരിക്കും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വേറൊരു കിടിലൻ തെളിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരുങ്ങിയിരിക്കുക. 1922 ഹവാർഡ് കാർട്ടർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ്, അദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം ഒരു 1000, 2000, 3000 വർഷങ്ങളായിട്ട് സീൽ ചെയ്ത് വെച്ച ഒരു ചേംബർ പൊട്ടിക്കാൻ നോക്കി. ഏകദേശം 3300ഓളം വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ഫാരോയുടെ ടൂംബാണ് ശരിക്കും അവരന്ന് ഡിസ്കവർ ചെയ്തത്. ഈജിപ്തിൽ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയിരുന്നു ശരിക്കും അന്ന് അവർ കണ്ടുപിടിച്ചത്. അതായത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പലതരത്തിലുള്ള ആർട്ടിഫാക്ട്സും ജ്വല്ലറിയും അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ആ ഒരു ടൂമ്പിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ടൂമ്പ് എന്ന് പറയുന്നത് ആ ഒരു ശവക്കല്ലറയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. സ്വർണം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെങ്കിലും അവിടെ വേറൊരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി അവർക്ക് കിട്ടി. അതായത് ഈ ഒരു ഫാരോ ഉപയോഗിച്ചിരുന്ന, അതായത് ഈ ഒരു രാജാവ് ഉപയോഗിച്ചിരുന്ന ഒരു കത്തി അവരുടെ കൈവശം കിട്ടി. ഇപ്പൊ ഒരു കത്തിയല്ല, ഒരുപാട് കത്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കത്തിയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡീറ്റെയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ആർക്കിയോളജി എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ടൂൾസ് എന്ന് പറയുന്നത്, അതായത് അവർ കൊത്താനും പിടിക്കാനും ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പറും ബ്രാസ് ടൂൾസ് ഒക്കെയാണ് ശരിക്കും അവർ ഉപയോഗിക്കുന്നത്. അത് വളരെ റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് ശരിക്കും അത്. പക്ഷേ ഇരുമ്പ് എന്ന് പറയുന്നത് കോപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതും ഇരുമ്പ് മെൽറ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും ഏൻഷ്യൻ ഈജിപ്ഷ്യൻസിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതായത് ഈ പറയുന്ന 3300, 4000, 4500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ആർക്കിയോളജി
ആർക്കിയോളജി ഒക്കെ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഫാരോയുടെ കല്ലറയിൽ നിന്ന് കിട്ടിയ ഒരു കത്തിയില് ആ കത്തിയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അയേൺ കൊണ്ടാണ്, അത് ഇരുമ്പ് കൊണ്ടാണ് ശരിക്കും ആ ഒരു കത്തിയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കത്തിയുടെ പിടി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ കത്തിക്ക് ഒരു കവർ ഉണ്ടായിരുന്നു, ആ കവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. ഞാൻ ഈ കത്തിയുടെ സ്വർണ്ണ പിടി ഊരിയെടുത്തിട്ട് ഒരു മരത്തിന്റെ ഒരു പിടി വെച്ച് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു കത്തി ഒരു സ്ഥലത്ത് വെച്ചു. അതിന് ചുറ്റുമാവട്ടെ ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഒരു 3-4 കത്തി കൊണ്ട് നിരത്തി വെച്ചെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ കത്തിയും മറ്റുള്ളൊരു കത്തിയുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കത്തിയുടെ മാനുഫാക്ചറിങ് പ്രിസിഷൻ എന്ന് പറയുന്നത് ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആണ്. ഒരിക്കലും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ ഷാർപ്പായിട്ടുള്ളതും യാതൊരു രീതിയിൽ ഹാമർ മാർക്സ്, അതായത് ഈ പറഞ്ഞ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റിയും കൊണ്ട് അടിച്ചടിച്ചിട്ടൊക്കെയാണ് ശരിക്കും ഈ കത്തികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് യാതൊരു രീതിയിലുള്ള ഹാമർ മാർക്കും കാണാൻ പറ്റില്ല. അതുമാത്രമല്ല ഈ കത്തിയുടെ ആ ഒരു അരികൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഫ്ലോസും കാണാൻ പറ്റില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതും ഈ ഒരു കത്തിയുടെ അറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഷാർപ്പായിട്ടുള്ള ഒരു അറ്റം നമുക്ക് കാണാൻ പറ്റും. ഷാർപ്പ് എന്ന് പറയുന്നത് വളരെ യൂണിഫോം ആയിട്ടുള്ള കട്ടാണ് ശരിക്കും നമുക്ക് ഈ കത്തിയുടെ എഡ്ജ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നിക്കില്ലായിരിക്കും. പക്ഷേ ഈ ഒരു കത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയലിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ കത്തിയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കണ്ടുവരുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടല്ല. 1990-കളിൽ, അതായത് ഈ ഒരു കത്തി കണ്ടുപിടിച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയി, പിന്നെ ഒരുപാട് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ നമ്മുടെ കൈവശം വന്നേ പിന്നെ ഈ കത്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് അങ്ങോട്ട് ചെയ്തു. അപ്പോഴാണ് ഈ ഒരു കത്തിയുടെ മെറ്റീരിയൽ എന്താണെന്നുള്ള കഥ പുറലോകം അറിയുന്നത്. അതായത് ഉൽക്കകളുടെ ഉള്ളിൽ കണ്ടുവരുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു കത്തിയുടെ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ബ്ലേഡിന് 89-90% അയണും പിന്നെ ബാക്കിയുള്ളത് നിക്കലും ക്രോമും അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെയാണ് കണ്ടുവരുന്നത്. അതായത് വളരെയധികം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. പക്ഷെ ഇവിടുത്തെ ഒരു ചോദ്യം എന്താണെന്നറിയോ? ഈ ഒരു രാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 3000-3300 വർഷങ്ങൾക്ക് മുന്നെയാണ്. ആ സമയത്ത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ സീൽ ചെയ്ത് വെച്ച ഒരു ടൂബിന്റെ അകത്തു നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അയൺ കത്തി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്ത് ഇരുമ്പ് സ്മെൽറ്റ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ മനുഷ്യരിൽ ഇല്ല. അതായത് ഇതെങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനുഷ്യർക്ക് അറിയില്ല ആ കാലഘട്ടത്തിൽ. ആ ഒരു കാലഘട്ടത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റിയത്. ഏകദേശം 2517 വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഇരുമ്പ് സ്മെൽറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസിന്റെ കയ്യിലേക്ക് വന്നത്. ഇതിനെതിരെ ആർക്കിയോളജിസ്റ്റുകളും മെയിൻ സ്ട്രീം സയന്റിസ്റ്റ് ഒക്കെ പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും ഇവര് ഈ പറയുന്ന ഉൽക്കയുടെ അകത്തു നിന്നുള്ള മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കത്തി ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷെ മെറ്റാലിക് മീറ്റിയോറൈറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് മെറ്റലുള്ള ഉൽക്കകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ശരിക്കും ഒരു സോളിഡ് പീസ് മെറ്റൽ അല്ല ശരിക്കും അത്. അതായത് ഒരു കല്ലിന്റെ അകത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മെറ്റൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെ കുത്തു പോലെ മാത്രമാണ് നമുക്ക് മെറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഒരു ഉൽക്കയിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടൊരു ടാസ്ക് ആണ്. അത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു സിവിലൈസേഷന്റെ കാര്യങ്ങൾ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവിടെ ചോദിച്ചിട്ടായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് ഈ പറയുന്ന ഉൽക്കയുടെ അകത്തു നിന്നാണ് അവർ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതെന്നും ഇതിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് കാര്യമില്ല, യാതൊരു ഹാമർ മാർക്ക് അത് ചുറ്റിയും കൊണ്ട് അടിച്ചതിന് മാർക്കില്ലാണ്ടും വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷേപ്പിൽ ഇവർ ഈ കത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് 3000-3300 വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവം നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോ ഇത് എന്താണ്, എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഉത്തരം തരാൻ പറ്റാതെ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ ശരിക്കും നമ്മളെ സമാധാനിപ്പിക്കുകയാണ് ശരിക്കും ആര് ഈ പറയുന്ന മെയിൻ സ്ട്രീം ആർക്കിയോളജി സയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ശരിക്കും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില ഉത്തരങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ അതങ്ങനെ ശരിക്കും നടക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു ആർക്കിയോളജിക്കൽ ഡേറ്റ് ഇല്ല. അതായത് ഇവർ തന്നെയാണ് പറയുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസിന് ഈ പറയുന്ന ഇരുമ്പിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ 3300 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ഈ ഒരു ഫാരോയുടെ ഒരു ടൂബിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ സംഭവം കണ്ടുപിടിച്ചെന്നുള്ള ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഉത്തരം തരാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവർ നമുക്ക് ഉത്തരം തരില്ല. അങ്ങനെയാണ് ശരിക്കും ഇപ്പോഴും നിൽക്കുന്നത്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച കാഫ്രെ പിരമിഡിന്റെ അടിയിലുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ, അത് ശരിക്കും റൂൾ ഔട്ട് ചെയ്ത് കളയുന്ന ഒരു രീതിയിലാണ് ശരിക്കും ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ലോകത്ത് തന്നെ ഞെട്ടിക്കാവുന്ന പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് റഷ്യയിൽ കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ. അതിനെ പറ്റിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു വിഷ്വലി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത്. പക്ഷെ
അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ തല ശരിക്കും പോകഞ്ഞു. കാരണം ഒരിക്കലും നമ്മുടെ പൂർവികർക്ക് ഇതേപോലുള്ള സ്ട്രക്ചർ പണിയാൻ പറ്റില്ല. അതിനെ പറ്റിയിട്ട് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, എനിക്കത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ നല്ലോണം റീച്ച് ആവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ താഴെ ഒരു കമന്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ്, അതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ താഴെ കമന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളാരും കേൾക്കാൻ വഴിയില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസർച്ച് ടോപ്പിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.